എല്ലാവരുടെയും ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ഗ്രീറ്റിംഗ് കാർഡുകൾ ക്രിയേറ്റ് ചെയ്തു. പലർക്കും വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തു. നമ്മൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇങ്ങനെയെല്ലാം ചെയ്തതിനു ശേഷം ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ചില ആളുകളൊക്കെ വാട്സപ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് 2022 ഈ ഒരു പുതുവർഷത്തിലെ കലണ്ടർ നമ്മുടെ ഫോട്ടോ സഹിതം നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല അത്തരത്തിൽ നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ വെച്ച് നമ്മൾ കലണ്ടർ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അത് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ പോയി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ പ്രിന്റ് എടുക്കുന്ന ഷോപ്പിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ പ്രിന്റ് എടുത്തുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പൂമുഖത്ത് നമുക്ക് തൂക്കിയിടാൻ നല്ല താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മുടെ 2022 കലണ്ടർ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ വെച്ചുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ കലണ്ടർ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആ ഒരു ആപ്ലിക്കേഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം അത്തരത്തിൽ കലണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. ശേഷമാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിലോ മറ്റോ പോയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കലണ്ടർ, നമ്മുടെ ഫോട്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ വെച്ചുകൊണ്ട് നമുക്ക് കലണ്ടർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം ആദ്യം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഇവിടെ ഏറ്റവും മുകളിൽ കാറ്റഗറീസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്രിസ്തുമസ്, അതുപോലെ തന്നെ വാലന്റൈൻസ് ഡേ, ഈസ്റ്റർ, ഈദുൽ ഫിത്തർ, അതുപോലെ തന്നെ ഒരുപാട് ഹോളിഡേയ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാറ്റഗറി കാണാം. ആ കാറ്റഗറിയുമായി ബന്ധപ്പെട്ടുള്ള ഫ്രെയിം കാണാൻ സാധിക്കും. അതിനകത്ത് നമുക്ക് നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് ന്യൂ ഇയറിലെ കലണ്ടറാണ്. അതിനുവേണ്ടി നമ്മൾ ഈ ന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും കലണ്ടർ എന്നുള്ള ഓപ്ഷൻ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ വിവിധ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും വിവിധ ഫ്രെയിമിലേക്ക് നിങ്ങളുടെ ഫോട്ടോ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഈ കലണ്ടർ മെത്തേഡ് നോക്കുക, അതുപോലെ തന്നെയാണ് നിങ്ങൾ മറ്റു മെത്തേഡുകളൊക്കെ ഉപയോഗിക്കാനുള്ളത്. ഞാനിപ്പോൾ ഈ കലണ്ടർ ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ശേഷം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇതുപോലെയാണ് കലണ്ടർ കാണാൻ സാധിക്കുക. നമുക്ക് ഈ കലണ്ടറിന് മുകളിലായിട്ട് ഫോട്ടോയും വെക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് 2022 ഓൾറെഡി കാണാൻ സാധിക്കും. ഈ 2021 കലണ്ടർ ആണെങ്കിൽ അതിൽ തന്നെ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ 2021 എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് നമ്മൾ കലണ്ടറിൽ വേണ്ട ഫോട്ടോ ഏതാണെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ചൂസ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് ടേക്ക് ഫോട്ടോ, ചൂസ് എക്സിറ്റിംഗ് ഫോട്ടോ, ഫേസ്ബുക്ക് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ക്യാമറയിൽ നിന്ന് ഫോട്ടോ എടുക്കാനും ഗാലറിയിലുള്ള ഫോട്ടോ എടുക്കാനും ഫേസ്ബുക്കിലെ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഞാനിപ്പോൾ ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഇവിടെ ചൂസ് എക്സിറ്റിംഗ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുത്തു. ശേഷം നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യാണ്. ഞാനിപ്പോൾ ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ കാണാൻ സാധിക്കും. ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഫോട്ടോയുടെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇതുപോലെ ഡ്രാഗ് ചെയ്യാം. ശേഷം ഏറ്റവും മുകളിലുള്ള ഓക്കെ ബട്ടൺ ക്ലിക്ക് കൊടുക്കുക. ശേഷം കാണാൻ സാധിക്കും ഇവിടെ അടുത്ത ഭാഗത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിലുള്ള ഈ ഓക്കെ ബട്ടൺ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് പ്രോസസ്സിംഗ് ആകുന്ന സമയമെടുക്കും. ശേഷം കാണാൻ സാധിക്കും ഇതുപോലെയാണ് നമുക്ക് കലണ്ടർ കാണാൻ സാധിക്കുക. 2022 കലണ്ടർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഇതുപോലെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ കലണ്ടർ പൂർണ്ണമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. തുടർന്ന് ഇവിടെ ഏറ്റവും മുകളിൽ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അതിനു മുമ്പായിട്ട് ഇവിടെ റെഗുലർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ സ്മോള്, ലാർജ്, റെഗുലർ എന്നുള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ലാർജ് സൈസിലേക്ക് നിങ്ങൾ ഫോട്ടോ എടുക്കാൻ സാധിക്കും. അല്പം വെയിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലാർജ് സൈസിലേക്ക് ഫോട്ടോ എത്തി. ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പെർമിഷൻ ചോദിക്കും, അത് ക്ലിക്ക് കൊടുക്കുക. ശേഷം കാണാൻ സാധിക്കും നമ്മുടെ ഗാലറിയിലേക്ക് ആ ഒരു കലണ്ടർ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് കലണ്ടർ ഉള്ളതെന്ന്. ഞാനിപ്പോൾ ഗാലറി ഓപ്പൺ ആക്കി കാണാൻ സാധിക്കും നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ എത്തിയിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ഇതാണ് നമ്മുടെ ഗാലറിയിൽ എത്തിയിരിക്കുന്ന ആ ഫോട്ടോ. ഇനി ഇത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രിന്റർ ഷോപ്പിൽ, അതായത് ഏതെങ്കിലും സ്റ്റുഡിയോയിലൊക്കെ കൊണ്ടുപോയി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രിന്റ് എടുത്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട കലണ്ടർ ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.